Water presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ilekku swagatham. Arabian Kitchen Magic. സാധാരണ നമ്മുടെ വീടുകളിലെല്ലാം വിശേഷ അവസരങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ ഒക്കെ നമ്മൾ പലതരം വിഭവങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും നമ്മുടെ വീട്ടിൽ സദ്യവട്ടങ്ങൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ സാധാരണഗതിയിൽ പോലും നമ്മൾ ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ സാധാരണ നല്ല പാചകം നടക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ഒരു കറി കൊണ്ടൊന്നും നമ്മൾക്ക് തൃപ്തി ഉണ്ടാവില്ല. ചോറാണെങ്കിൽ ചോറിനോടൊപ്പം ഒരു 2-3 തൊട്ടുകറിയും ഒരു ഒഴിച്ചുകറിയും പിന്നെ ഒരല്പം മീനുണ്ടെങ്കിൽ നല്ലത്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ 2, 3, 4 കറികൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ വീട്ടമ്മയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കറികളെല്ലാം ഉണ്ടാക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്താലേ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കൂ. അപ്പോൾ ഇപ്പോഴത്തെ ഫാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും ഇലാബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര വിശാലമായിട്ട് വിശദമായിട്ട് ഒരു പക്ഷേ പാചകം ചെയ്യാൻ സമയം കിട്ടില്ല. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പിന്നാലെ നമ്മൾ പോകുന്നതും ഇത്തരം ഒരു തിരക്ക് പിടിച്ച ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ്. എങ്കിലും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തോടുള്ള മമത നമുക്ക് മാറ്റിവെക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു സമ്പൂർണ്ണമായ ഒരു ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് ബിരിയാണി തന്നെയാണ്. കാര്യം അതിന് ഒരുപാട് സൈഡ് ഡിഷ് ഒന്നും വേണ്ട. ഒരു സാലഡ്, ഒരു അച്ചാറ്, ഒരു പപ്പടം, അത്രയൊക്കെ ധാരാളം. അല്ലെങ്കിൽ ഒരു ചമ്മന്തി. അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഡേറ്റ്സിന്റെ പിക്കിളാണ് സൈഡായിട്ട് കൊടുക്കുന്നതെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചമ്മന്തിയാണ് അതിൻ്റെ ഒരു സൈഡായിട്ട് കൊടുക്കുക. ചില സ്ഥലങ്ങളിൽ ഇത് രണ്ടുമല്ല, അച്ചാറും സാലഡ് അല്ലെങ്കിൽ റൈത്തയാണ് കൊടുക്കാറ്. ഒരു പക്ഷെ പപ്പടം ഉണ്ടാകാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബിരിയാണി എന്ന് പറഞ്ഞാൽ അതൊരു സമ്പൂർണ്ണമായ ഒരു മീലാണ്. അതായത് കംപ്ലീറ്റ് മീൽ. എന്തായാലും നമ്മുടെ ബിരിയാണി റൗണ്ടിന്റെ വിശേഷങ്ങൾ തീരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ നമ്മുടെ 2 മത്സരാർത്ഥികളും ഇവിടെ റെഡിയാണ്. അപ്പോൾ കാണുക ബിരിയാണി വിശേഷങ്ങൾ, ആസ്വദിക്കുക. ഇന്ന് ബിരിയാണി റൗണ്ടിൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതായത് മിക്സഡ് സീ ഫുഡ് ബിരിയാണി. അതിൽ നമ്മൾ പച്ചമാങ്ങയൊക്കെ ആഡ് ചെയ്തുണ്ടാക്കുന്നതുകൊണ്ട് മിക്സഡ് സീ ഫുഡ് മാംഗോ ബിരിയാണി എന്നും നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഞാൻ പറയാം. ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സീ ഫുഡ്സ് കിങ് ഫിഷും കൂന്തലും പ്രോൺസും ആണ്. ഈ 3 ഐറ്റംസാണ് നമ്മൾ മിക്സഡ് സീ ഫുഡ് ആയിട്ടുള്ള ബിരിയാണിയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കിങ് ഫിഷിൽ ആഡ് ചെയ്യേണ്ടത് 2 പീസ് ഓഫ് മാംഗോ, പച്ച മാങ്ങ 2 പീസ്, കുറച്ച് സാൾട്ട്, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, ഉപ്പ്. ഇത് അരച്ച പേസ്റ്റാണ് ഈ കാണുന്നത്. ഈ പേസ്റ്റ് ഞാൻ ഇവിടെ ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കൂന്തലിൽ നമ്മൾ ചെയ്യേണ്ടത് ലെമൺ, ജിഞ്ചർ, 2 ഗാർലിക് ക്ലോവ്സ്. അതായത് ജിഞ്ചർ ഒരു ചെറിയൊരു പീസ് മതി. ഇത് അരച്ച പേസ്റ്റാണിത്. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഇത്. അപ്പം ഇത് മാരിനേഷൻ ആവണം. പിന്നെ 3ാമത്തെ ആയിട്ടാണ് പ്രോൺസിൽ നമ്മൾ കാന്താരി മുളകാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ ഇത്തിരി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ സാധാ ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, സാൾട്ട്, ടർമറിക് പൗഡർ. ഇതിൽ നമ്മൾ റെഡ് ചില്ലി യൂസ് ചെയ്യുന്നില്ല. ഈ പേസ്റ്റാണ് ഇത്. ഈ പേസ്റ്റ് പ്രോൺസിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് മാരിനേറ്റ് ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. റൈസ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ജീരകശാല അരി 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഘീ, സവാളയും കാഷ്നട്ടും വറുത്ത് കോരാം. കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്തിരി സവാള പൊരിക്കാനുള്ള, അത് ഗാർണിഷ് ചെയ്യാനുള്ള സവാള ഇത്തിരി പൊരിച്ചു കോരണം. ഇതിലേക്ക് വറുത്ത് കോരി ഇനി നമ്മൾ മസാല റൈസ് ഉണ്ടാക്കാൻ പോവാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി ഇതെല്ലാം ഇട്ടു. ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലോട്ട് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതിലേക്ക് ഇത്തിരി സോൾട്ട്, 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിക്കണം. നന്നായി വെട്ടി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. റൈസിലോട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അരി കഴുകി വാരി വെച്ചത് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി അരി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമ്മൾ റൈസ് ആവുന്ന ടൈം കൊണ്ട് നമ്മൾ സീ ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൂന്തൽ മാത്രം ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അത് ഓവറായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡാവും. ഫ്ലെയിം കുറച്ച് വെക്കുക. ഇടയ്ക്ക് ഒന്ന് നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെള്ളം വറ്റി വരുന്നുണ്ട്, അത് കോരി പറ്റാം. അപ്പം നമ്മുടെ കിങ് ഫിഷ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ വറുത്ത് കോരേണ്ടത് പ്രോൺസ് നമ്മളിനി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുക. ഓക്കെ, ഈ പരുവത്തിൽ വറുത്ത് കോരുക. ഇനി സ്ക്വിഡ് നമ്മൾ ഡയറക്റ്റ് മസാലയിലോട്ടിട്ട് 3 മിനിറ്റ്സ് കുക്ക് ചെയ്യാണ് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കുന്ന ഇതിലോട്ട് കടക്കാം. ഒന്ന് അരിയിനോട് തൊടാതെ ഈ പാകത്തിൽ കിട്ടണം. ഓക്കെ, ഇനി നമ്മൾ ഈ റൈസ് ഇതിലോട്ട് പകർത്തി വെക്കാൻ പോവുകയാണ്. മസാല പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിലോട്ട് സവാള അരിഞ്ഞു വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ജാതിപത്രി, ഏലക്കായ ഇതെല്ലാം നന്നായി സോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിക്ക് വേണ്ട സൈഡ് ഡിഷസ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോണേ. അണിയൻ ഒരെണ്ണം ചോപ്പ് ചെയ്തത്, റെഡ് ചില്ലി, റെഡ് ഫ്രഷ് ആയിട്ടുള്ള ചില്ലി, വിനീഗർ, ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക, കുറച്ച് മല്ലിയിലയും എടുത്ത് നമുക്ക് ഇതിൽ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട ഐറ്റം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു റൈത്തയാണ്. പിന്നെ ഒരു ഡേറ്റ്സിൻ്റെ ഒരു അച്ചാറാണ്. 4 റെഡ് ചില്ലി, ഒരു 5-6 സീഡ്ലെസ് ആയെടുത്ത ഡേറ്റ്സ്, കുറച്ച് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ സാധാ ഷുഗർ ആയാലും കുഴപ്പമില്ല, ഒരു ചെറിയ പീസ് ഗാർലിക്, ഒരു ചെറിയ പീസ് ജിഞ്ചർ. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാ ഷുഗർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം പിക്കിളിൻ്റെ പണി അവിടെ നിർത്തി വെച്ചിട്ട് നമ്മളിപ്പോൾ ബിരിയാണി മസാലയിലോട്ട് വന്നിരിക്കുകയാണ്. ബിരിയാണി മസാലയിൽ ഒരുവിധം സോട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൗഡറുകൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. തീയിലോ നിന്ന് മാറ്റി സോട്ട് ചെയ്യാം. ഹായ് മാം. ഹായ് മാം. ഇന്നങ്ങനെ ബിരിയാണി റൗണ്ടിൻ്റെ അല്ലേ ഒരു സ്റ്റേജിലാണ്. ബിരിയാണി എന്ന് പറയുമ്പോൾ സന്തോഷമായില്ലേ? സന്തോഷമായി, പക്ഷേ വെറൈറ്റി കൊണ്ടുവരണം, ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നി അല്ലേ? അതാണ് എല്ലാവരും ചെയ്യുന്ന പോലെ അല്ലാണ്ട്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഒരു 3 സീ ഫുഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ്. കിങ് ഫിഷ്, പ്രോൺസ്, കൂന്തൽ, മീനും കണവയും കൊഞ്ചും. അപ്പം അതിൽ ഓരോ ഫിഷിലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാരിനേഷനാണ് ചെയ്യുന്നത്. എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കും അല്ലേ? സ്വാഭാവികമായിട്ട് വിചാരിക്കാം. ഓക്കെ എനിവേ കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് റൗണ്ടൊക്കെ നന്നായിട്ട് ചെയ്തതുപോലെ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ മസാലയിലാണ് നിർത്തിയത്. അപ്പം മസാല ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു 3 കാഷ്നട്ടും നന്നായി സോക്ക് ചെയ്തത്, ഒരു ടേബിൾ സ്പൂൺ കേർഡും കൂട്ടി നന്നായി പേസ്റ്റാക്കി എടുത്തതും ആഡ് ചെയ്യുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിക്കിളിൻ്റെ പണി നമ്മൾ പകുതിയാക്കി വെച്ചിരുന്നു മസാല പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് മുമ്പ്. അപ്പോൾ ഗാർലിക് പിക്കിൾ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവാണ്. കൂന്തലിന് നമുക്കധികം വേവ് വേണ്ട, അതുകൊണ്ട് ഫ്രൈ ചെയ്തിട്ടില്ല. നമ്മൾ കിങ് ഫിഷും പ്രോൺസും മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് മസാലയിൽ നിന്ന് നമ്മൾ കൂന്തലിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ച കൂന്തൽ നമ്മൾ ഇതിലോട്ടിട്ട് മൂടി വെച്ച് വേവിക്കുക. പ്രോൺ മസാല റെഡിയാക്കുന്നു. ഒരു സൈഡിൽ ലോ ഫ്ലെയിമിൽ നമ്മുടെ കൂന്തൽ കുക്കായിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ നമ്മൾ കിങ് ഫിഷും മസാല, അങ്ങനെ 3 മസാല ഒരേ ടൈമിൽ വേറെ വേറെ മാരിനേഷൻ ചെയ്ത്
നമ്മളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലോട്ട് നമ്മുടെ ലാസ്റ്റത്തെ 3 എണ്ണത്തിലത്തെ ഒരെണ്ണമായ കിങ് ഫിഷും ഇടുകയാണ്. കിങ് ഫിഷ് ഇടുമ്പോൾ ഒന്ന് പീസസ് ഒന്ന് ഓക്കെ. കൂന്തൽ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം മസാലകളെല്ലാം റെഡിയാക്കി, സൈഡ് ഡിഷസ് എല്ലാം റെഡിയായി. ഇനി നമ്മൾ ബിരിയാണി ദമ്മിടാൻ പോവാണ്. ദമ്മിടാൻ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് നന്നായി ഒന്ന് ഇതാക്കിയിടുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഫസ്റ്റ് അപ്പോൾ കിങ് ഫിഷ് മസാല ആഡ് ചെയ്യാൻ പോവാണ്. ഗരം മസാല തൂവി കൊടുക്കാം. കുറച്ച് റൈസ്. ഇനി ഇതിലോട്ട് നമ്മുടെ പ്രോൺ മസാല ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. കൂന്തലും എല്ലാ ഭാഗത്തോട്ടും ആവുന്ന രീതിയിൽ ഇതാക്കി കൊടുക്കുക. ഇനി നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് കുറച്ച് സാഫ്രോൺ ചൂടുവെള്ളത്തിൽ ഇതുപോലെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലോട്ട് കുറച്ച് പാല് എന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ പാല്, ഒരു 2 പിഞ്ച് പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. ഈ ഹോൾസിൽ നമ്മൾ ഈ പാലും സാഫ്രോണും പഞ്ചസാരയും കൂടിയ മിശ്രിതം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ പേര് മിക്സഡ് സീ ഫുഡ് മാംഗോ ബിരിയാണിയാണ്. ഇതിൽ മാരിനേഷനിൽ മാത്രമേ മാംഗോ വന്നിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പൈനാപ്പിൾ യൂസ് ചെയ്യുന്ന പോലെ ഒരു അധികം പുളിയുമില്ല അധികം മധുരമില്ലാത്ത മാംഗോ നമ്മൾ ഫൈനലി ചോപ്പ് ചെയ്തതും നമ്മൾ നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ആഡ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ചൊക്കെ ആയിക്കൊണ്ട് റൈസ് ഞാൻ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് നെയ്ച്ചോറ് പോലെ ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ട് ബിരിയാണി സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ സവാള ഒക്കെ ഇട്ടിട്ട് സാധാരണ ബിരിയാണിക്ക് ജസ്റ്റ് ഒന്ന് ദം ചെയ്യുന്നുണ്ട്. അല്ല, ദമ്മിടുമ്പോൾ ഞാൻ പാലും കുങ്കുമം ഒക്കെ കുറച്ച് സാൾട്ടും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും വിതറുക. ഇപ്പോഴാണ് നമ്മുടെ മിക്സഡ് സീ ഫുഡ് മാംഗോ ബിരിയാണിയുടെ ഫ്ലേവർ വരാൻ പോണത്. അങ്ങനെ നമ്മുടെ മാംഗോ കൂടി റെഡിയായി കഴിഞ്ഞു. എൻ്റെ പേര് ജംഷീറ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് മലബാർ ചിക്കൻ ബിരിയാണിയാണ്. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അതിലേക്ക് ആഡ് ചെയ്തത് മഞ്ഞൾ, മുളക്, ഉപ്പ്. അത് 10 മിനിറ്റ് നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇടുക. ഇത് ഒരടപ്പ് കൊണ്ട് മൂടി വെക്കാം. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഇതിനു വേണ്ടി ചോറ് വെക്കുകയാണ്. ചോറ് വെക്കേണ്ട വിധം ഒന്ന് കാണുക. ഒരു പാൻ ചൂടാക്കുക. അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു ചെറുത് പട്ടയും ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചത് ചേർക്കുക. ചെറുതായിട്ട് ഇളക്കുക. ചെറുതായി മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസ് എടുത്ത് അതിന് 3.5 കപ്പ് വെള്ളം ചേർക്കുക. നമ്മൾ മുരിയാനിട്ട ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഒന്ന് ഇളക്കി മറിച്ചിടുക. ഉള്ളി ചെറുതായി മരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചേർക്കുക. 2 കപ്പ് റൈസിന് 3.5 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. സാൾട്ട് ആഡ് ചെയ്യുക. ഹലോ, എന്തൊക്കെയുണ്ട്? എന്താണ് പരിപാടി? മസാലയാണ് ചിക്കൻ ബിരിയാണി. നിങ്ങൾ ഏത് സ്റ്റൈലാണ് ചെയ്യണത്? മലബാറിന്റെ ബിരിയാണി.
അപ്പൊ നിങ്ങളുടെ കോഴിക്കോടൻ ശൈലിയിൽ എങ്ങനെയാണ് വ്യത്യാസം? റൈസ് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുക്കുക. സവാള ഇട്ടിട്ട് വറ്റിച്ചെടുക്കാം. ഒരു നെയ്ച്ചോറ് മാതിരിയാണോ ആക്കിയിട്ട്? എന്നിട്ട് പിന്നെ ചിക്കൻ. അപ്പൊ ചിക്കൻ എങ്ങനെയാ ഫ്രൈ ചെയ്താണോ ചേർക്കുന്നത് അല്ലാണ്ട്? ചേർക്കാം, അല്ലാതെ ചേർക്കാം. അപ്പൊ എങ്ങനെയാ വാട്ട് ആർ യു പ്ലാനിങ്? ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഉറപ്പ് കിട്ടാനായിട്ടല്ലേ? ഓക്കെ. നാടൻ ചിക്കൻ. ഓ നാട്ടുകോഴിയാണല്ലേ? നാടൻ. ഫ്രോസൺ അല്ല. ഓ ഓക്കെ 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 ശരി. ഓക്കെ അറിയാം. നമ്മൾ പൊരിയാനിട്ട ചിക്കൻ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ഇടുക. വെള്ളം അതിലുണ്ട് ആവശ്യത്തിന്, ഇനി വെള്ളം ചേർക്കേണ്ടതില്ല. റൈസ് വെന്ത് വരുന്നുണ്ട്. തീ ഒന്ന് കുറക്കാം. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് പട്ടയും ചേർക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർക്കുക. സവാള ബ്രൗൺ കളറായി മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാണ്. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മസാല നോക്കാം. സവാള ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും അതിലേക്ക് ചേർക്കുക. ചെറുതായി ഇളക്കി കൊടുക്കുക. മൂത്ത സ്മെല്ല് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ജിഞ്ചറും ഗാർലിക്കും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുക. നമ്മൾ ആഡ് ചെയ്ത പച്ചമുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റോ ആഡ് ചെയ്യാം. പൊരിച്ചു വെച്ച ചിക്കനും അതിലേക്കിടാം. കുറച്ച് റെഡ് ചില്ലി ആഡ് ചെയ്യാം. കുറച്ച് പെപ്പർ പൗഡറും. ഇതിലേക്ക് ആഡ് ചെയ്ത മസാല നന്നായി മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവാൻ വെക്കുക. ഓക്കെ ജംഷീദ, അപ്പൊ ഏതാണ്ട് തീരാറായി തോന്നുന്നല്ലേ ബിരിയാണിയുടെ പരിപാടി? മസാല വെന്ത് മസാല വന്നിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. ചോറ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ദമ്മിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വർക്ക്. ഉള്ളി വറുക്കാണ്. പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടോ? ഓക്കെ. മല്ലിയില, പുതിനയില അല്ലേ? ലെയറിംഗ് സ്റ്റേജില്. പിന്നെ എന്താ പറയേണ്ടത്, ഇതിലിപ്പോ റൈസ് ഏത് റൈസാണ് നിങ്ങൾ? ജീരകശാല. ജീരകശാല. അപ്പൊ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതെ. അതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങൾ കഴിയും. കോൺഫിഡൻസ് പെട്ടെന്ന് തീർക്കാൻ പറ്റുമല്ലോ അല്ലേ? തീർക്കാൻ പറ്റും. ഓക്കെ അറിയാം. ക്യാരറ്റ് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്താണ്. അത് നമുക്ക് മുറിച്ചെടുക്കാം. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ചിക്കൻ ബിരിയാണി റെഡിയാക്കാൻ ലാസ്റ്റ് ഘട്ടമാണ്. ദമ്മിടാൻ പോവുകയാണ്. അതിനുവേണ്ടി മസാലയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമ്മൾ ഹാഫ് ലെമൺ പിഴിഞ്ഞ് വെക്കുക. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ചോറ് കട്ട പിടിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അല്പം ഗീ ചേർക്കുക. അരിഞ്ഞു വെച്ച പുതിന, മല്ലിച്ചപ്പ് എന്നിവ ചേർക്കുക. കുറച്ച് സവാളയും ക്യാരറ്റും കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുക. ചോറ് ഇതിലേക്ക് മാറ്റിയിടുക. ലാസ്റ്റ് ഘട്ടമാണ്. ബിരിയാണി ദമ്മിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം അടച്ച് പുറത്ത് വായു പോവാതെ സൈസിൽ അടച്ച് ദമ്മിൽ 5 മിനിറ്റ് നേരം വെക്കണം ചെറുതീയിൽ. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ബിരിയാണി റൗണ്ടിലെ 2 കണ്ടസ്റ്റൻസ് തയ്യാറാക്കിയ ബിരിയാണീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ബിരിയാണീസിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? വളരെ വ്യത്യസ്തമായിരുന്നു അല്ലേ? അപ്പോൾ ബിരിയാണിയാണ് എല്ലാവരും ചെയ്യുന്നത്, പക്ഷെ ഓരോരുത്തരും ചെയ്യുമ്പോഴും വളരെ വളരെ വ്യത്യാസം. അപ്പോൾ ശരിക്കും ഒരാൾ സീ ഫുഡിൻ്റെ 1-2 ഐറ്റംസ് വെച്ചൊരു ബിരിയാണി ചെയ്യുമ്പോൾ മറ്റൊരാൾ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കിയത്. എന്നാൽ ഇപ്പോൾ ചിക്കൻ ബിരിയാണി എൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്വാദ് നോക്കാം. ജംഷീല വരും. അപ്പോൾ ജംഷീലയുടെ എക്സ്പീരിയൻസ് എന്താണ്? ചിക്കൻ ബിരിയാണി നന്നായിട്ടുണ്ടാക്കി അല്ലേ? ഞാൻ 1-2 പ്രാവശ്യം താങ്കളുടെ കുക്കിംഗ് സ്റ്റേഷനിൽ വന്നിരുന്നു. വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അല്ല, നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനൊന്ന് നോക്കട്ടെ. ടേസ്റ്റുണ്ട്, മസാലയൊക്കെ വളരെ സ്വാദ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചോറ് ഒരു പൊടിക്കും കൂടി വേഗമായിരുന്നു, ഇച്ചിരി കൂടെ എന്ന് വെച്ചാൽ ഒരു പൊടിക്ക് തോന്നിയായിരുന്നോ? ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അതർവൈസ് നല്ല സ്പൈസി മസാല ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു ബിരിയാണിയാണ്. ആ ചോറ് ഇച്ചിരി കൂടെ ഒന്ന് വെന്തിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ ആ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ നൈസ്, ഗുഡ് ബിരിയാണി. റെസിപ്പി ഈസ് ഗുഡ് എനിവേ. എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിരിക്കും ജംഷീലയുടെ നല്ലൊരു ചിക്കൻ ബിരിയാണി. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ രണ്ടാമത്തെ ബിരിയാണിയും ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നിമ്മി തയ്യാറാക്കിയതാണ്. നിങ്ങൾ കണ്ടല്ലോ, സീ ഫുഡിൻ്റെ 3 ഐറ്റം വെച്ചിട്ട് കണവ, കൊഞ്ച്, നെമ്മീൻ, 3 കാര്യങ്ങൾ. അപ്പം നിമ്മി വരും. നിമ്മി എപ്പോഴും വളരെ വ്യത്യസ്തമാവാൻ ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് റൗണ്ടിലും വളരെ പഠിച്ച് അറബിക് സ്റ്റൈലിലൊക്കെ അല്ലേ സ്നാക്സ് തയ്യാറാക്കി. അപ്പോൾ ബിരിയാണി റൗണ്ട് വന്നപ്പോഴും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയി ചെയ്യണമെന്ന് തോന്നിയതാണ് ഇങ്ങനെ ചെയ്തതാണ്. ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് റൈസിന്റെ കാര്യം ഡൗട്ട് ഉണ്ട്. ആണ്, ഓക്കെ. അതർവൈസ് ഇറ്റ്സ് ഓക്കെ അല്ലേ? ബാക്കി വേഗ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, നോക്കാം. അപ്പം മീനിന്റെ ആയതുകൊണ്ടാണല്ലേ ഒരു പ്ലാറ്റർ ഇസ് ലൈക്ക് മീൻ ഷേപ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മാംഗോ ബിരിയാണി. മാംഗോ ഉണ്ട് ഇടയ്ക്ക്. അപ്പൊ പുളിയുടെ അളവ് എങ്ങനെയാണ്? പുളി ഇതാണ് മാംഗോ പീസസ് ആണ് ഈ ഇടയ്ക്ക് കിടക്കുന്നത്. ഓ, ഒരു വലിയ ഡിഫറെൻ്റ് ഒരു തീമാണല്ലോ. എനിക്ക് തോന്നുന്നു ആരും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. സീ ഫുഡ് വിത്ത് മാംഗോ ബിരിയാണി. ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ കഴിക്കണം? ഇത്തിരി മാംഗോ എടുക്കുന്നത്. മാംഗോ എടുക്കണോ? വേണ്ട, മാംഗോ എടുക്കണം. എടുക്കണം. മാംഗോയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. മാംഗോ അധികം റൈപ്പ് ആവാനും പാടില്ല. അതായത് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് അല്ലേ? കണവ ഒന്ന് നോക്കിക്കോട്ടെ. ഡിഫറെൻറ്റ് ടേസ്റ്റ്, നല്ല സ്വാദൊക്കെ ഉണ്ട്. സംതിങ് ഡിഫറെൻറ്റ്. മാങ്ങയ്ക്കൊരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. പുളിച്ച മാങ്ങയല്ല, ഒരു മധുരം കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട്. കൊള്ളാം, ഗുഡ്. ദാറ്റ് പാർട്ട് ഇസ് ഗുഡ്. ആൻഡ് ഈവൻ പക്ഷെ കണവ ഇച്ചിരി ഒന്ന് ഡ്രൈ ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൊടിക്ക് അത് മേലിട്ടിട്ടുള്ള പീസ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തോ? ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള പീസ് എടുത്ത് മാറ്റി വെച്ചാണ്. ആണോ? ഉള്ളിലുള്ള പീസുകളാണ് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ളത്. ഉള്ളിലോട്ട് കുഴപ്പമില്ല, സോഫ്റ്റ്. റൈസിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ? എനിക്ക് എന്തോ ഇത്തിരി ഹാർഡായ, ഇത്തിരി ഒരു 5% കുറവ്. വലിയ കുഴപ്പമില്ല, അകത്തോട്ട് കുഴപ്പമില്ല. അതും എനിക്ക് തോന്നുന്നു മുകളിലുള്ള ഭാഗമാണ്. നോട്ട് ബാഡ്, കൊള്ളാം, കുഴപ്പമില്ല. വിചാരിച്ച പോലെ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് അത് ഇച്ചിരി കട്ടിക്കാണോ ചെയ്തിരിക്കുന്നത്? ഇത്തിരി തിക്കായിട്ടാണ് ചെയ്തത്. നല്ല സ്പൈസി ആയിട്ടല്ലേ? That's nice. Dates, right, very nice. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ല സ്വാദായിരിക്കും. താങ്ക് യു. It's good. Nice. Thank you. എന്തായാലും 2 ബിരിയാണികളുടെയും റെസിപ്പീസ് നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. പക്ഷേ നമ്മളുടെ സെക്കൻഡ് റൗണ്ട് അവസാനിച്ചിട്ടില്ല. ഇനി വീണ്ടും മത്സരാർത്ഥികളുമായി ഞാൻ തിരിച്ചു വരും. അതുവരെ കാത്തിരിക്കുക. ഗുഡ് നൈറ്റ്.